പിന്നെ നമ്മൾ ഈ ആദ്യത്തെ എൻറ്റാങ്കിൾമെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ കണ്ടില്ലേ മൂലാധാര ചക്രത്തിൻ്റെ പിടുത്തം. അപ്പോൾ ഈ മൂലാധാര ചക്രത്തിൻ്റെ പിടുത്തം വരുമ്പോൾ ഇൻസെക്യൂരിറ്റി വന്ന് ആക്രമിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ബേസ് സെൻറ്റർ ഉണ്ടല്ലോ, ബേസ് എന്ന് വെച്ചാൽ ഈ പെരിനിയം റീജിയൻ, ആ പെരിനിയം റീജിയൻ അകത്തോട്ട് പുള്ളി ചെയ്ത് പിടിക്കാൻ ശ്രമിക്കും. എവിടെയെങ്കിലുമൊക്കെ പുള്ളി ചെയ്ത് പിടിക്കണം. നമ്മൾ ഔട്ട് ഓഫ് പ്ലേസ് ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി ടൈറ്റ് ചെയ്യും നമ്മൾ ബോഡി, അല്ലേ? സ്ട്രെസ് വരുമ്പോൾ ചെയ്യുമല്ലോ. സ്ട്രെസ്സ് ചെയ്യുമ്പോൾ നമ്മൾ വിസിബിളായിട്ട് കാണുന്ന കൈമുഷ്ടിയൊക്കെ ചുറ്റും കാലൊക്കെ ബിരുബിരാന്ന് വന്നുകൊണ്ടിരിക്കും, ഇതൊക്കെ ചെയ്യും. അതുപോലെ തന്നെ സബ്റ്റിലായിട്ട് നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം നോക്കിക്കോളൂ. ഇൻസെക്യൂരിറ്റി വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുന്നു, അവിടെ ആക്രമണം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ പെരിനിയം ലോക്ക് ചെയ്യും. പെരിനിയം ഇമ്മീഡിയറ്റ് ലോക്കായി. അപ്പോൾ പെരിനിയം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് മാറുകയാണ്. ഇൻസെക്യൂരിറ്റി നന്നായിട്ട് അഫക്റ്റ്. അപ്പോൾ അഗ്രസീവ് സാധനം വരികയും അതിനെ തുടർന്ന് നമ്മുടെ അഡ്രിനാലിൻ പമ്പ് ചെയ്ത് തരികയും ചെയ്യും. ഈ റെസ്പോൺസ് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അഡ്രിനാലിൻ്റെ അടുത്ത് ആവശ്യപ്പെടും. അത് അപ്പോൾ തന്നെ അത് സെക്രേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഈ സ്ഥലത്തു നിന്ന് മാറി ഇവിടെ പിന്നെ തിരിച്ചു വരാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമുക്ക് നോക്കണം. ഇരിക്കുന്നതിന് മുമ്പേ ഇതൊന്ന് നോക്കിയിട്ട് ആ സമയത്ത് കയറി ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ ഈ പെരിനിയൽ മസിൽസ് സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ അത് ഡീപ്പർ ഇൻ ദ വജൈന. ഇപ്പോൾ നമ്മൾ വജൈനൽ കോൺട്രാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ സെൻസേഷൻ പോയിട്ട് എൻഡ് ചെയ്യുന്ന എൻഡ് പോയിൻ്റ് ഉണ്ട്. ആ യൂട്രസിലേക്കുള്ള ഓപ്പണിങ്ങിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ പോയിൻ്റ് വെച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ മൂലാധാരത്തിന് സ്ത്രീകൾക്ക്. അപ്പം ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യത്യാസമാണല്ലോ. അപ്പോൾ അതങ്ങനെയാണ്. പുരുഷനെ ഇത് പെരിനിയത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് അത് വരുമ്പോഴത്തേ അകത്തോട്ട് പുള്ളി ചെയ്ത് പിടിക്കാനുള്ള ശ്രമമുണ്ട്. ഇതിൻ്റെ ഒരു സോഷ്യൽ സപ്പോർട്ട് പണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ഈ പറയുന്നതാണ്. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ അറിയാതെ മൂത്രമൊഴിക്കുക, കുഞ്ഞല്ലേ, മൂത്രമൊക്കെ ഒഴിച്ച് ആരെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂൻ ചെയ്യും. അല്ലെങ്കിൽ മലശോധന നടന്നുപോയി, കുട്ടികൾക്ക് അറിയില്ല, അങ്ങനെ വന്നുപോയി, അപ്പോഴത്തേക്കും ആരെങ്കിലും അറപ്പിക്കും. അതൊരു മോശപ്പെട്ട കാര്യമാണെന്ന് ഒരു ജന്തുവിനും ഇല്ലാത്ത മോശം നമുക്കുണ്ട്. ഈ ഒരു പ്രാഥമിക കാര്യം നടക്കുമ്പോഴത്തേക്കും ഭയങ്കര മോശമാണ്. അപ്പോൾ അതിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പോൾ ഈ രണ്ട് സെൻറ്ററിലും ഉണ്ട്. ഏതിലാണ്? ഈ ഇവാക്വേഷനും യൂറിനേഷനും ഈ രണ്ട് ഭാഗങ്ങളിലും ഈ ഇൻസെക്യൂരിറ്റി ആയിട്ട് നമുക്ക് സോഷ്യലി ബോണ്ടഡാണ്, ഇല്ലേ? ഉണ്ട്. അതിപ്പോൾ പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കും ഈ ആവശ്യം വന്ന പബ്ലിക് സ്ഥലത്ത് ബസ്സിനകത്തിരിക്കുകയാണ്, ഈ ആവശ്യം വരികയാണ്. അപ്പോൾ അറിയും. അപ്പോൾ എവിടെ വണ്ടി കൊണ്ട് നിർത്തി ഡ്രൈവർ പറഞ്ഞ് വണ്ടി നിർത്താൻ നോക്കില്ല എന്ന് പറയും. അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ കൂട്ടുകാരന്മാരുടെ കാര്യമാണ്, നമ്മളെയും വ്യത്യസ്തമൊന്നുമല്ല. വണ്ടി നിർത്താൻ പറ്റില്ല, ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ വണ്ടി അവസാനം എവിടെ കൊണ്ടുവന്നൊരു കൺജഷൻ വന്നപ്പോൾ വണ്ടി അവിടെ നിർത്തി. അതിനിപ്പം ചോദിച്ചിട്ട് കാര്യമെല്ലാം ഇറങ്ങിപ്പോയി കാര്യമൊക്കെ നടത്തിക്കൊണ്ട് വണ്ടി എടുത്ത് എമ്മൻ്റെ ബ്ലോക്ക് അങ്ങ് മാറി വണ്ടി അങ്ങ് എടുത്ത്. വണ്ടി എടുത്തപ്പോഴത്തേക്കും ഒരു കലങ്കിൻ്റെ അടുത്താണ് ഇയാൾ വന്ന് റിപ്പോർട്ട് ചെയ്താണ്. എൻ്റെ കഥയല്ല, ഞാനും അതൊക്കെ ചെയ്യും. വണ്ടി അങ്ങ് എടുത്തു. ഇപ്പോൾ രണ്ടുപേരും കലങ്കിലിരിക്കുക. അവിടുത്തെ റോഡിന് കൊച്ചു വെളുപ്പം കാലം ഇരിക്കുക. അപ്പോഴത്തേക്കും വണ്ടി എടുത്തോണ്ട് ഇവന്മാർ ബാക്കിയൊന്നും നോക്കിയില്ല. വണ്ടി പോയാൽ എല്ലാം പോയി. കാരണം ബാക്കി പൈസ ഒന്നും ഇല്ല. ഈ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങിയിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. വണ്ടി പോകുന്ന പുറകെ ഇതെല്ലാം മാറി പിടിച്ചുകൊണ്ട് ഓടുക. അപ്പം കലക്കിലിരുന്ന രണ്ടുപേരും വിളിച്ച് പറയണത് ആ വണ്ടിയെ ഓട്ടിക്കണം കണ്ടാ. കാരണം വണ്ടിയെ ഓട്ടിക്കണം. ഇവർക്ക് ഓടാനും വയ്യ, വശക്കടായിട്ടിരിക്കുകയല്ലേ നമ്മളെ കൂട്ടുകാരന്മാരാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈയുടെ കോണ്ടെക്സ്റ്റിൽ, സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമുക്കിത് ഭയങ്കര ഒരു കുഴപ്പമാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടിക്കാലം മുതൽ ഈ അവയർനെസ് കയറി വന്നിട്ട് ഈ ബേസിൽ നമ്മൾ ലോക്ക് ചെയ്ത് പിടിച്ചേക്കും. അപ്പോൾ യൂറിനേഷൻ സംഭവിക്കാൻ നേരത്ത് നമുക്ക് അതിനുള്ള സാഹചര്യം കിട്ടാത്തൊരു സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ യൂറിനേഷന് വേണ്ടി പുഷ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അറിയാതെ അവിടെ പുള്ളി ചെയ്യുമല്ലോ, എല്ലാവരും ചെയ്യുമല്ലോ, അകത്തോട്ട് പുള്ളി ചെയ്ത് പിടിക്കുമല്ലോ. ഈ പുള്ളി ചെയ്ത് പിടിക്കുന്നത് ഒരു സെക്യൂരിറ്റി സംഭവമാണ്. നമുക്ക് അവിടെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇമേജ് പോകും. അപ്പോൾ അതുകൊണ്ട് പുള്ളി ചെയ്ത് പിടിക്കുക. ഈ ഭാഗമാണ് വജ്രോളി മുദ്രയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലം.
മൂലാധാര ഈ പെരിനിയൽ ലോക്ക് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ചക്രയായിട്ട് ബന്ധപ്പെട്ട ഇൻസെക്യൂരിറ്റി ഈ പെരിനിയൽ മസിൽസ് ആണുങ്ങൾക്കും സ്ത്രീകൾക്ക് ഈ ഡീപ്പർ ആ വജൈനയുടെ ഡീപ്പർ പാർട്ടിൽ യൂട്രസിൽ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കാരണം കൊണ്ട്. അപ്പോൾ ഇതിന് ഈ മുദ്രയ്ക്ക് രണ്ട് ആയിട്ടാണ് കാണുന്നത്. ഒന്ന് പുരുഷൻ ചെയ്യുന്നതിനെ വജ്രോളി എന്നും മറ്റേ സഹജോളി എന്നും പറഞ്ഞ് രണ്ട് പേരിൽ ഒരേ കാര്യം തന്നെ. ഇങ്ങനെയാണ് രണ്ട് സംഗതികൾ കിടക്കുന്നത്. ഇതിന് വലിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഹയർ പ്രാക്ടീസിലോട്ട് നമ്മൾ കടക്കുമ്പോൾ തന്ത്രയിലൊക്കെ വലിയ ആപ്ലിക്കേഷനുള്ള രണ്ട് പ്രാക്ടീസുകളാണ്. പക്ഷേ ഇവിടെ അത് പ്രിലിമിനറി പ്രാക്ടീസായിട്ട് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഈ വജ്രോളിയും സഹജോളിയും. അതിന് മുമ്പ് മൂലബന്ധകർ, ഇപ്പോൾ പുസ്തകമൊക്കെ എടുത്ത് നോക്കിയാൽ ഇത് എല്ലാ പുസ്തകത്തിനകത്ത് ഈ ബേസിക്കായിട്ട് കുണ്ടലിനി പുസ്തകങ്ങൾ ഏത് പുസ്തകം എടുത്താലും ഇത് കാണും, ബേസിക് ഒരു ഏറിയ. അപ്പോൾ മൂലബന്ധക്രിയ എന്ന് പറയുന്നത് ഈ പെരിനിയം ലോക്കിംഗ് ആണ്. അത് നാച്ചുറലി സംഭവിക്കുന്ന ഇതുപോലുള്ള ഇൻസെക്യൂരിറ്റി വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുനാൾ മുതൽ ഈ ലോക്ക് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യവും നമ്മളെ ആരെങ്കിലും ഇൻറ്റിമിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് ചെയ്യുക, നമ്മൾ പുഷ് ചെയ്യുക, നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യാനായിട്ടൊരു പഠിക്കാൻ വിടുന്നത് തന്നെ ഇത് പ്രധാനപ്പെട്ട പ്രശ്നം. മര്യാദയ്ക്ക് നടക്കുന്ന കൊച്ചിനെ പിടിച്ച് പള്ളിക്കൂടത്തിൽ കൊണ്ടുവന്നാക്കിയാൽ, ഞാനത് കാണുന്നത് വെച്ചാൽ എന്നെ പിടിച്ച് കൊണ്ടാക്കിയപ്പോൾ എനിക്കത് നല്ലോണം മനസ്സിലായി. എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ കൊണ്ടുപോയത്. പരിചയമുള്ള ഹെഡ് മാസ്റ്ററാണ്, കുഴപ്പമില്ലല്ലോ, വേലാമ്പിള്ള സാർ. അവിടെ കൊണ്ടുവന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു സെറ്റ് പിള്ളേരിയ്ക്കുകയാണ്. ആദ്യമായിട്ട് ക്ലാസ്സിൽ പോകണം, ക്ലാസ്സൊക്കെ തുടങ്ങി. ഒരു ഗ്രൂപ്പ് അതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാം ഇങ്ങനെ എന്നെ തന്നെ നോക്കുകയാണ്. ഞാൻ ലേറ്റ് അഡ്മിഷനാണ്. അപ്പോൾ വന്നപ്പോൾ ക്ലാസ് നിറഞ്ഞിരിക്കുന്നു. 1 മാസം കഴിഞ്ഞാണ് ജോയിൻ ചെയ്ത് ഇങ്ങോട്ട് മാറി വന്നതാണ്. നോക്കിയപ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു, ഉള്ളകണ്ണം വെച്ച് എല്ലാവരും നമ്മൾ തുറിച്ച് നോക്കാം. അപ്പോൾ ഞാൻ എന്തൊരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് പോകാം, ഈ കൂട്ടത്തിൽ പോകാൻ പറ്റാതെ ഈ ഞാൻ പുറന്നോട്ട് തള്ളി പിടിക്കുക. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ദേഹത്തോട്ട് ഞാൻ തള്ളി നിൽക്കുക, എന്നെ തള്ളി വിടുമെന്ന് എനിക്കറിയാം. തള്ളി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പരമാവധി നമ്മൾ അങ്ങോട്ട് കൊണ്ട് തള്ളി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ശപിക്കപ്പെട്ട ആത്മാവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പഠിത്തത്തിൻ്റെ വാതിൽക്കൽ. അപ്പോഴത്തേക്കാണ് ഇങ്ങനെ നോക്കാൻ, ഇനി പോയാൽ പറ്റൂ, ഇതിൽ ഏത് ഡബിളിൻ്റെ അടുത്ത് പോയിരിക്കണമെന്നാണ് നോക്കണം. അപ്പം കാണാം അവിടെ ഒരു മൊട്ടാൻ സാറ് അവിടെ ഇരിപ്പുണ്ട്, ഒരാളിരിപ്പുണ്ട്, മീശയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ആൾ കുഴപ്പമാണെന്നാണ് എനിക്ക് അങ്ങോട്ട് ചേർക്കാരെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടല്ലോ. അയാൾ ഇങ്ങോട്ട് കയറി വരാനും പറഞ്ഞു. തള്ളി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ്, ആരെടുത്ത് പോയി ഇരിക്കാമെന്നും പറഞ്ഞ് നോക്കുകയാണ്. നോക്കിയപ്പോൾ അതിലൊരു പയ്യൻ ഇരിക്കുന്നു. അപ്പോൾ അന്ന് കുറച്ച് അപ്പാർത്തീടാണ്, എന്ന് വെച്ചാൽ ഇവൻ വെളുത്തൊക്കെ ഇരിക്കുന്നു. ഈ പയ്യൻ കുറച്ച് വെളുത്തൊക്കെ ഇരിക്കുന്നു. അവൻ ഈ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. അവൻ ഇങ്ങനെ വിളിച്ചു. പിന്നെ എനിക്കൊന്നും നോക്കണ്ട, ഞാൻ ഓടിപ്പോയി അവൻ്റെ അടുത്ത് നിന്ന് അവൻ സ്ഥലം തന്നു. ബെഞ്ചിലിരിക്കുക. ഈ ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടിയുടെയും കാല് നിലത്ത് കൊള്ളത്തില്ല അന്ന്. ഇങ്ങനെ ബാലൻസ് ചെയ്തിരിക്കുകയല്ല അന്ന്. 1ാം ക്ലാസ്സിൻ്റെ സ്ഥിതിയാണ് പണ്ടത്തെ. കാല് നിലത്ത് കൊള്ളാതെ ഒരുത്തി ഇരുന്ന അവൻ്റെ സ്ഥിതി നല്ല ചോദ്യം. തുടങ്ങുകയാണ് വിദ്യാഭ്യാസം. നമ്മളിതൊന്നും അറിയുന്നില്ല. കാലം ആകാശത്തിട്ട് അങ്ങനെ ഇരിക്കണം, അങ്ങോട്ടായ അങ്ങോട്ട് വീഴും, ഇങ്ങോട്ടായ ഇങ്ങോട്ട് വീഴും. പിന്നെ പിള്ളേർ ചേർന്നിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെരുങ്ങിയിരിക്കുകയില്ല. ഒരു ബെഞ്ചത്തിന് 6 എണ്ണം ഇരിക്കുക. അപ്പോൾ അങ്ങനെ അവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്തൊക്കെ അങ്ങനെ അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു. അവനാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട്, മരിച്ചുപോയി. അങ്ങനെ അവിടെ പോയാൽ അപ്പം ആ ഫെമിലിയർ ആയിട്ട് തോന്നിക്കുക, നിവർത്തികേട് കൊണ്ട് ഒരാളിനെ ഫ്രണ്ടാണെന്നങ്ങ് എടുക്കുക. എടുത്ത് പിന്നെ ഞങ്ങൾ വലിയ കൂട്ടം ഒക്കെ ആയി. ഇങ്ങനെയാണ് നമ്മൾ അൺഫെമിലിയർ ടെറൈനിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ആ അക്ലമറ്റൈസേഷൻ വളരെ ആവശ്യമാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ വരിക. അപ്പോൾ ഈ വരുന്ന സമയത്ത് എന്തെല്ലാം വികാരങ്ങളുണ്ടാകുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മൂത്രം ഒഴിക്കണമെന്ന് തോന്നിക്കും, അവിടെ തന്നെ വിളിക്കണമെന്ന് തോന്നിക്കും. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വരികയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് ചെയ്യാനുള്ള സ്ഥലമാണെന്ന്.
ഇത്രയും ഉപദ്രവിക്കുന്ന ഈ സ്ഥലം നമുക്ക് കക്കൂസാണെന്ന് നമുക്കറിയാം. നമ്മളെ എഡ്യൂക്കേഷന് ശരിക്കും അങ്ങനെയാണ്. മര്യാദയ്ക്ക് നിഷ്കളങ്കനായിരിക്കുന്ന ഒരു കൊച്ചിനെ ഇത്രയും ഉപദ്രവിച്ച് അതിനകത്ത് കൊണ്ട് നിരുത്തി ഇവനെ കണ്ടീഷൻ ചെയ്ത് ഇവനെ കംപ്ലീറ്റ് നശിപ്പിച്ച് വേറൊരു വ്യക്തിയാക്കി മാറ്റി സമൂഹത്തിൻ്റെ മുമ്പേ അങ്ങ് പ്രസൻറ്റ് ചെയ്ത് കൊടുത്ത് അവൻ രാജാവാകുമ്പോൾ ഉള്ള സ്ഥിതി ആലോചിച്ചാൽ അത് കാണാമല്ലോ. വിദ്യാഭ്യാസം അല്ലെങ്കിൽ റൂളർമാർ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതായിരുന്നത്. അപ്പോൾ ഈ സെൻസേഷൻ, ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അന്നേ ഉണ്ട്. ആ ഫീലിംഗ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയാൽ അറിയാം ഈ രണ്ട് സെൻസേഷനും വരും. അപ്പോൾ എന്ത് ചെയ്യും? ഇതിന് കൗണ്ടർ ചെയ്യുമല്ലോ, അല്ലേ? ഇത് പോരുതല്ലോ. അതുകൊണ്ട് അറിയാതെ പെരിനിയം ലോക്ക് ചെയ്യും, ഏനൽ മസിൽസ് ലോക്ക് ചെയ്യും, ജെനിറ്റൽ മസിൽസ് ലോക്ക് ചെയ്യും. ഇതാണ് ആ ബേസിക് പ്ലാറ്റ്ഫോം. അവിടെയാണ് ഈ മൂലാധാരത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മൂലാധാരത്തിൻ്റെ സെൻസേഷൻസ് കിടക്കുന്ന ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ ബേസിക് റീജിയനിൽ ബന്ധപ്പെടുത്തി വയ്ക്കാൻ കാരണം എന്തുകൊണ്ടാണ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന സാധനം അൺലോക്ക് ചെയ്യണമല്ലോ. ഇത് അൺലോക്ക് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ ഇരിക്കും, എപ്പോഴും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്ത് കൊച്ചു കാര്യം വരുമ്പോൾ അവിടെ ലോക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടി ആശാന്മാർ ഒരു പ്രാക്ടീസ് പറയും, നിങ്ങളുടെ അവയർനെസ് അവിടെ കൊണ്ടുപോകാം. അവിടെ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക, ഇൻസെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏറിയയിൽ ഇങ്ങനെയുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അവയർനെസ് അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ എന്താണെന്ന് നോക്കി മനസ്സിലാക്കുക. നിങ്ങൾക്ക് തന്നെ അത് ജനറേറ്റ് ചെയ്യാമല്ലോ. നിങ്ങൾക്കത് ജനറേറ്റ് ചെയ്തിട്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മനസ്സിലാകാത്തിടത്തോളം ഈ പ്രശ്നം ഉണ്ടാവും. 100 വയസ്സായാലും ഇതുണ്ടാവും. അപ്പം ഈ ഡിസൈൻ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. മൂലബന്ധക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പെരിണിയം, ആണുങ്ങൾക്ക് പെരിണിയം ഐസൊലേറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മൂലബന്ധക്രിയ എന്ന് പറഞ്ഞാൽ ഏനൽ മസിൽസിൽ കോൺട്രാക്ട് ചെയ്യുന്നതല്ല. മൂലമെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ആ ബേസിൽ വരുന്ന ഫണ്ടമെൻ്റലായിട്ട് അൺനോൺ ടെറിട്ടറിയിലോട്ട് ഇറങ്ങി വന്ന നമുക്ക് അവിടെ പിന്നെ അക്ലമറ്റൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തിട്ടാണ് പുതിയ പുതിയ അൺനോണുകളിലേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ തന്നെ ഈ പറയുന്ന ആൻസൈറ്റിയും ഫിയറും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഏരിയ ഹൈലി സെൻസിറ്റീവ് ആയതുകൊണ്ട് അവിടെ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവയർനെസ്സിനെ അവിടെ കൊണ്ടുവന്ന് ആ ഫിസിക്കൽ പ്ലാനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നും പറഞ്ഞ് അവയർനെസ്സിനെ മൂലാധാരം എന്ന് പറയുന്ന ഈ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ പൾസേറ്റ് ചെയ്യുക. ഇതാണ് പ്രാക്ടീസ്. ഇത് പൾസേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മൂലബന്ധക്രിയയ്ക്ക് ചെയ്തിരിക്കുന്ന പ്രാക്ടീസ് ഈ പറഞ്ഞ പെരിണിയം ഐസൊലേറ്റ് ചെയ്യണം ആദ്യം. കാരണം അങ്ങനെ അല്ലല്ലോ നമ്മൾ കാണുന്നത്. എല്ലാം കൂടെ ചേർത്ത് പിടിക്കുകയല്ലേ. ഈ ജെനിറ്റൽ ഏറിയ കിടപ്പുണ്ട് അവിടെ, ഈ എക്സ്ക്രീറ്ററി ആ ഏറിയ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് കുഴഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് ഈ പെരിണിയത്തിനെ മാത്രം ഐസൊലേറ്റ് ചെയ്തിട്ട് ആ പെരിണിയം ലോക്ക് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പോയിൻ്റ് ലോക്ക് ചെയ്യുന്നത് ആണ് ഈ മൂലാധാരത്തിൻ്റെ പ്രാക്ടീസായിട്ട് മൂലബന്ധക്രിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സെൻസേഷനിൽ അക്ലമറ്റൈസ്ഡ് ആയിട്ട് അത് ഒരു നോർമൽ സാധനമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അതെന്തൊക്കെയാണ് ആ സമയത്ത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അവിടെ നമ്മൾ ലോക്ക് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ പുറന്നോട്ട് തള്ളി അകത്ത് വിട്ടില്ലേ, ആ സ്ഥലത്തൊക്കെ ഉള്ള മെമ്മറീസൊക്കെ കിടപ്പുണ്ട്. ഇൻസെക്യൂരിറ്റി ലൈഫിൽ തോന്നിച്ച സ്ഥലങ്ങളിലൊക്കെ ഉള്ള മെമ്മറീസൊക്കെ അവിടെ കിടപ്പുണ്ട്. ചിലതൊക്കെ മോശപ്പെട്ട മെമ്മറീസ് ആയിരിക്കും, ചിലപ്പോൾ നല്ലതായിരിക്കും. ഏതായാലും മെമ്മറി അവിടെ ആക്റ്റീവ് ആവും. അത് വരില്ല. ഇപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ഒരു സ്ഥലം കാണുന്നു, അയ്യോ ഇതുപോലൊരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നിക്കുമല്ലോ. ഇങ്ങനെയാണ്, അങ്ങനെയല്ലേ? ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇതുപോലെ ഇരുന്ന് ഞാൻ അന്ന് സിംഗിളായി പോയപ്പോഴും ഇതുപോലെ തന്നെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് മെമ്മറി അസോസിയേറ്റ് ചെയ്താൽ കിടക്കും. അപ്പോൾ ഈ സെൻസേഷൻ നമ്മൾ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മെമ്മറീസ് ട്രിഗേർഡാകും. അപ്പം വരണമെന്നില്ല, അത് കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പം നമ്മൾ കാണാൻ ഉദ്ദേശിക്കാതെ സപ്രസ് ചെയ്തിട്ടിരിക്കുന്ന സെക്യൂരിറ്റി ബേസിൽ സപ്രസ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ട്രിഗർ ചെയ്തിട്ട് അത് പതുക്കെ കയറി വരുമ്പോഴത്തേക്കും അത് വീണ്ടും റീഇവാലുവേറ്റ് ചെയ്യാൻ ഒരു സമയമുണ്ട്, ഇല്ലെങ്കിൽ അതിന് സമയമില്ല. വീണ്ടും കാണാനുള്ളൊരു സാധ്യതയുണ്ട്. റീവാലുവേഷൻ അല്ല, കാണാനുള്ളൊരു ഒഴിവാക്കി വെച്ചിരുന്ന കാര്യത്തിന് തിരിച്ചു കൊണ്ടുവന്ന് കാണുക. കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഒന്നുമില്ല എന്ന്. കാരണം ആ കാര്യം ഇപ്പം ഇല്ല. പക്ഷേ നമ്മൾ സ്ട്രെസ്ഡായിട്ട് നിന്ന് ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അത് വീണ്ടും റിവൈവ് ചെയ്യുമ്പോഴത്തേക്കും
നമ്മൾ വേറൊരു ആൾട്ടേർഡ് സ്റ്റേറ്റിലോട്ട് കിടക്കുക. ഇതൊന്നും ആരും പറയത്തില്ല, എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം നിൽക്കുകയാണെന്ന് നമ്മൾ മറന്നു പോയിട്ട് ആ സാധനം സർഫസ് ചെയ്യുകയാണ്. ആ സാധനം സർഫസ് ചെയ്യുമ്പോഴത്തേക്കും പണ്ട് നടന്ന കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, ഇപ്പം നടക്കുന്ന പോലെ തോന്നിക്കുക. അപ്പോൾ നമ്മുടെ ഉൾബോധത്തിന് അറിയാം ഇത് പണ്ട് നടന്ന കാര്യമാണോ. അപ്പോൾ ഇപ്പം നടന്നതാണോ പണ്ട് നടന്നതാണോ എന്ന് പറഞ്ഞാൽ ടൈമിനെ നമ്മൾ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സിസ്റ്റം വർക്കാകത്തില്ല. കാരണം നമ്മൾ നിൽക്കുന്ന ആൾട്ടേർഡ് സ്റ്റേറ്റിലാണ് മെഡിറ്റേഷനിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടൈമിൽ ബേസ് ചെയ്തിട്ടാണ് സ്പേസും ഒക്കെ ഇരിക്കുന്നത്. ടൈം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പേസും കൂടുതലായിട്ട് കിടക്കും. ടൈം ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസും ചുരുങ്ങിപ്പോവും. അങ്ങനെ അവർ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ആ സ്ഥലത്ത് ഇതെല്ലാം കൂടെ കണ്ടൻസ് ചെയ്തിട്ട് കുറച്ച് സെൻസേഷൻസ് വരും. ആ സെൻസേഷൻ ഡ്രീമായിട്ടോ വിഷനായിട്ടോ വരാം. അത് ആക്ച്വലായിട്ട് സംഭവിക്കുമ്പോൾ അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് എവിടെയാണ് നിൽക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ നടക്കണമാണോ, അത് നടന്നു കഴിഞ്ഞാണോ, അത് ഇനി നടക്കാൻ പോകണമാണോ എന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സാധാരണഗതിക്ക് നമുക്ക് വരില്ല, അല്ലേ? നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ നടക്കുന്നതാണ്. നേരത്തെ നടന്നതൊക്കെ നേരത്തെ നടന്നതാണെന്ന് അറിയാം. ഇനി വരാൻ പോകണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ, എങ്കിലും പലതും വരും എന്ന് നമുക്കൊരു ഊഹമുണ്ട്. ഈ ഡയമെൻഷൻ തെറ്റിയിട്ട് ഈ ട്രക്കൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും. കഞ്ചാവൊക്കെ അടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം. ഈ ഡയമെൻഷൻ തെറ്റിപ്പോവും. കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നടന്ന റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തേയില്ല. റോഡങ്ങ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.5 അടി റോഡാണ്, അരമണിക്കൂറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്തുന്നില്ല. ഇതാണ് ആ സ്പേസ് ടൈം ആ കണ്ടിന്യൂത്തിൽ ഉള്ള നമ്മുടെ ഒരു കണക്കുണ്ടല്ലോ, ആ കണക്കങ്ങ് തെറ്റിപ്പോവും. അതുപോലെ ഈ കണ്ടീഷനിൽ ആ കണക്ക് തെറ്റും. കണക്ക് തെറ്റിയിരിക്കുമ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റാതാണ്. അപ്പോൾ ചെറിയൊരു ആൻസൈറ്റി വരാൻ തുടങ്ങിയാൽ മെഡിറ്റേറ്റീവ് ഫേസിലിരിക്കുന്നതുകൊണ്ട് ഈ ആൻസൈറ്റി ചെറുതായിരിക്കില്ല, വലിയ ആൻസൈറ്റി ആയിട്ട് വരും. എവിടെയാണ് നിൽക്കണമെന്ന് അറിഞ്ഞുകൂടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻസെക്യൂരിറ്റി വരും. ഇതാ വരുന്നത്, അല്ലാതെ ഇതിനകത്ത് ഒന്നും സംഭവിക്കില്ല. ചുമ്മാ അവിടെ ഇരുന്നോടത്തെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പോകും. അവിടെ ചുമ്മാ ഇരിക്കാനുള്ള സാനിറ്റി അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. അതാ കുഴപ്പം. അപ്പോൾ ഓർത്തോളണം, പെട്ടെന്ന് തുറക്കണം, കുടിക്കണം, അടപ്പ് തുറക്കണം, കുടിച്ചോളണം, പിന്നെ അവിടെ ചുമ്മാ ഇരുന്ന് പോകണം. അത് നടന്നു, വേറെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ എണ്ണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആ എലമെൻ്റ് അങ്ങ് മാറിക്കഴിയുമ്പോഴത്തേക്കും പിന്നെയും വന്നിരിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആ സമയത്തിട്ട് പുഷ് ചെയ്തത് മാറ്റാൻ മാത്രം ശ്രമിക്കരുത്. ചിലപ്പോൾ അങ്ങനെ തോന്നി, കുറച്ചുകൂടെ ഇരുന്നാൽ ചിലപ്പോൾ ശരിയാകും എന്ന് തോന്നിക്കില്ല. അത് ഇത്രയൊക്കെ ഇതൊക്കെ ഉള്ളൂ പ്രിക്കോഷൻ.